ഇന്ന് നമ്മൾ പോകുന്നത് കാടിനടുവിലെ ഒരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഇടുക്കിയിലെ കുമിളിയിൽ നിന്ന് 14 കിലോമീറ്റർ പെരിയാർ ടൈഗർ റിസർവിലൂടെ, അതായത് നമ്മുടെ അരിക്കൊമ്പനെ കയറ്റിവിട്ട കാട്. മനോഹരമായ യാത്ര നടത്തി വേണം ഈ ക്ഷേത്രത്തിലെത്താൻ. ഈ ക്ഷേത്രത്തിൻ്റെ പേര് മംഗളാദേവി ക്ഷേത്രം. വർഷത്തിൽ ചിത്രപൗർണമി ദിവസം മാത്രം സാധ്യമാകുന്ന അപൂർവ ദർശന സൗഭാഗ്യം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ചേരൻ ചെങ്കുട്ടുവൻ പണികഴിപ്പിച്ച ക്ഷേത്രം. മധുരാനഗരം ചുട്ടുകരിച്ച കണ്ണകി ഈ വനത്തിലൂടെ ക്ഷേത്രസ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലെത്തിയത്രേ. പിന്നീട് ചോലമറവ പടയാർ നശിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് കുറേ കൽക്കൂമാരങ്ങൾക്ക് നടുവിലാണ് ഭഗവതി ഇരിക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ ഈ ക്ഷേത്രം തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇരു സംസ്ഥാനങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ അതിർത്തി പങ്കിടുന്നു. അവിടെ ചെന്നാൽ 2 ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഭഗവതിയും മറ്റേത് തമിഴ്നാടിൻ്റെ കണ്ണകിയും. കൂടാതെ ഗണപതി പ്രതിഷ്ഠ വേറെയുമുണ്ട്. രണ്ട് സംസ്ഥാനങ്ങളും ഒരുപോലെ അവകാശം ഉന്നയിക്കുന്നതിനാൽ ഇത് തർക്കഭൂമിയാണെന്ന് പറയപ്പെടുകയല്ല, തർക്കഭൂമിയാണ്. ഒരു വശത്ത് കേരള രീതി അനുസരിച്ച് പൂജ നടക്കുമ്പോൾ മറുവശത്ത് കണ്ണകി ക്ഷേത്രത്തിൽ തമിഴ്നാടിൻ്റെ പൂജാവിധിയാണ് നടക്കുന്നത്. 2 സംസ്ഥാനങ്ങളും അവരവരുടെ അവകാശം ഉറപ്പിക്കുന്നതിനായി ഇരു സംസ്ഥാനത്തെയും പോലീസ് ഓഫീസർമാരും മറ്റാരോഗ്യ പ്രവർത്തകരും പരിപാടി ഗംഭീരമാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത് കാണാം. ഞാൻ 2-3 കൊല്ലം മുമ്പ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം, അതായത് 2024 എനിക്ക് ആദ്യമായി പോകുവാൻ സാധിച്ചത്. ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് അധികം വൈകാതെ തൊഴുതുവരവ് സാധിച്ചു. എന്നാലും കേട്ടും അറിഞ്ഞും ഒരുപാട് ആളുകൾ ദർശനത്തിന് എത്തുന്നത് കാരണം ഓരോ കൊല്ലവും തിരക്കേറി വരികയാണ്. ഞങ്ങൾ 25 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. മെയ് 12 തിങ്കളാഴ്ചയാണ് ചിത്രപൗർണമി. ഞങ്ങൾ മെയ് 11 അതിരാവിലെ കൊടുങ്ങല്ലൂർ തൊഴുത് യാത്ര തിരിച്ചു. ശരിക്കും പറഞ്ഞാൽ കണ്ണകിയുടെ നാട്ടിൽ നിന്നും കണ്ണകിയെ അന്വേഷിച്ചൊരു യാത്ര എന്ന് ഞങ്ങളുടെ യാത്രയെ വിശേഷിപ്പിക്കാം. കൊടുങ്ങല്ലൂർ ഇരിക്കുന്നതും സാക്ഷാൽ കണ്ണകി തന്നെ. പകൽ മുഴുവൻ ഇടുക്കിയിലെ കുറേ സ്ഥലങ്ങൾ കയറി രാത്രി കുമിളിയിൽ താമസിച്ചു. രാവിലെ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത ജീപ്പിൽ 5 മണിയോടെ യാത്ര തിരിച്ചു. ഞങ്ങൾ 5 മണിയോടെ യാത്ര തിരിച്ചെങ്കിലും അവിടെ എത്തിയപ്പോൾ ഒരു 10 മണിയായിട്ടോ. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമേ ജീപ്പ് കടത്തി വിടുകയുള്ളൂ. രാവിലെ ഞങ്ങൾ പോകുമ്പോൾ ആ കുമളിയിലെ സ്റ്റാൻഡിൽ നല്ലൊരു ലൈൻ കാണാം. അതായത് കിലോമീറ്ററോളം നീണ്ടിരിക്കുന്ന ലൈൻ കാണാം, ആളുകൾ ജീപ്പ് കാത്തു നിൽക്കുന്നത്. അപ്പോൾ ആ ജീപ്പ്, ഓരോ ജീപ്പിനും ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട്. പാസ്സുള്ള ജീപ്പുകൾക്ക് മാത്രമേ മലയുടെ വനത്തിനുള്ളിലൂടെ യാത്ര തിരിക്കാൻ പാടുകയുള്ളൂ. ഓരോ ജീപ്പിനും ഓരോ നമ്പറുമുണ്ട്. വൈകുന്നേരം 4 മണിക്ക് ശേഷം ആരെയും അവിടെ നിർത്തുകയില്ല. ധാരാളം വന്യമൃഗങ്ങൾ വരുന്ന സ്ഥലമാണ്. രാവിലെ 6 മണിക്ക് ശേഷം മാത്രമേ വനത്തിനുള്ളിലേക്ക് ജീപ്പ് കടത്തിവിടുകയുള്ളൂ. ഞങ്ങൾക്ക് മുന്നിലും പിന്നിലുമായി ഒരുപാട് ജീപ്പിൻ്റെ ക്യൂ കാണാമായിരുന്നു. കുറേ നേരം ജീപ്പിലിരുന്ന ശേഷം പൊതുവെ ക്ഷമയില്ലാത്ത ഞാനും എൻ്റെ 2-3 കൂട്ടുകാരും കൂടി ഇറങ്ങി നടന്നു. വഴിയിൽ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക്കോ മറ്റു വസ്തുക്കളോ ഇല്ല എന്ന് വനപാലകർ ഉറപ്പാക്കിയ ശേഷം മാത്രമേ വനത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് ഉള്ളിലേക്ക് കിടന്നാൽ പിന്നെ ചുറ്റും മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ വരവേൽക്കുന്നത്. പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ളൊരു യാത്ര, അതാണ് മംഗളാദേവി യാത്ര. എന്തായാലും ജീപ്പിലൂടെയും നടന്നും ചാഞ്ഞും ചെരിഞ്ഞും വെളുപ്പാങ്കാലത്തെ കോടമഞ്ഞിലൂടെ യാത്ര അതിമനോഹരം തന്നെ. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ ഭഗവതിയെ തൊഴുതു. ഇറങ്ങിയപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയായി. മുകളിൽ വിശപ്പ് കയറ്റാൻ പുളിയോദരയും വെള്ളവും ലഭിക്കും. എന്തായാലും ഒരു പ്രാവശ്യം മംഗളാദേവിയെ കാണാൻ പോയാൽ അടുത്ത വർഷം ആ സമയമാകുമ്പോഴേക്കും ഏതോ ഒരു ശക്തി നമ്മളെ അവിടേക്ക് ആകർഷിക്കും, അത് തീർച്ച. ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. എന്തായാലും അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വണ്ടികളും മറ്റും വരാത്ത സമയത്ത് ഈ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെ അവിടെ ഒരു ക്ഷേത്രം വന്നു? ചിന്തിച്ചാൽ നമുക്കൊരു അന്തവും കിട്ടുകയില്ല അല്ലേ ഒരു കാര്യത്തിനും. എന്തായാലും മംഗളാദേവി ദർശനം ഭംഗിയായി. ഇനി അടുത്ത കൊല്ലവും ഭഗവതി ഞങ്ങളെ അവിടെ എത്തിക്കാൻ അനുഗ്രഹിക്കട്ടെ.